അതിപീഡകനായ ഈ നായകനെ ഇതിൽ നിന്നും പുറത്താക്കണം, മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനെ ഒന്നും ലൈറ്റായി ഞാൻ മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ പത്രസമ്മേളന മീഡിയ ഇന്ററാക്ഷൻ കണ്ടു. വളരെ ലൈറ്റായി, വളരെ ലാഘവത്തോടുകൂടി ഇതൊന്നും അതിലേക്ക് ഫോൺ വിളിക്കുന്നവർ പോലും ഭ്രാന്തുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഒരു പോലീസ് സംവിധാനത്തെ പോലും കേരളത്തിലെ ഒരു മന്ത്രി എത്ര പുച്ഛത്തോടെ കൂടിയാണ് കാണുന്നത് എന്നുള്ളത് പോലും ആ വർത്തമാനത്തിൽ നിന്നും തന്നെ വ്യക്തമാവുകയല്ലേ. ഒരു മന്ത്രിക്ക് പോലും അറിയാം ഇവിടെ ആ ഒരു ഫോൺ കോളിലേക്ക് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് മന്ത്രി സംസാരിച്ചത്. പോലീസ് സംവിധാനത്തിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല, പക്ഷേ മന്ത്രിക്ക് സംരക്ഷണം ലഭിക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് മന്ത്രി അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ വളരെ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയലോഗ് പറഞ്ഞ് ശീലിച്ച ഒരു മന്ത്രിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രണയമല്ല 1000 പ്രണയമുണ്ട്, എനിക്കുണ്ട്, ഞാൻ പ്രണയിക്കുന്നുണ്ട്, എന്നെ പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ ഈ കാര്യത്തെ നിസ്സാരവൽക്കരിച്ച് മന്ത്രി ഗണേഷ് കുമാർ ആവർത്തിച്ച് പറഞ്ഞത്. അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയല്ലേ. ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകളല്ലേ വീണ വിജയനോട് പറയുന്നു, പോലീസിനോട് പറയുന്നു, ഇതിൽ ഡി ജി പി ഇതിൽ ഉത്തരം പറയണം. എന്തുകൊണ്ടാണ് ഒരു വനിത ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് പോലീസിനെ വിളിച്ചിട്ട് ഇതുവരെയും അതിലൊരു കേസുണ്ടോ, ഒരു പരാതിയുണ്ടോ, FIR ഇട്ടോ, എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് DGPയും പറയണം, മുഖ്യമന്ത്രിയും പറയണം. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലെ സ്ത്രീകളെ വഞ്ചിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്.